മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. കുരുന്നുപാട്ടിന്റെ സ്നേഹ സംഗീത നിറവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. Welcome to Confident Group presents E-Master Flowers Top Singer. Special partner MyG, powered by Pankaja Kasturi and Acid Liquid. Special partner Kiwi Arabian Delight Ice Cream. Health partner Kamilari. Top Singer. സർഗവേദിയിൽ ആലാപനത്തിന്റെ അഴകൊരുക്കാൻ നമ്മുടെ സ്വന്തം കുഞ്ഞച്ചൻ എത്തുന്നു. വെൽക്കം കോട്ടയം കുഞ്ഞച്ചൻ ബെവൻ. നമുക്ക് ഇവിടുന്ന് കഴിച്ചാലോ? കാണുമ്പോൾ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. സാർ എന്താണ് സാർ കഴിക്കാൻ വേണ്ടത്? എടാ മോനെ, നീ ആ ടോപ്പ് സിംഗറിലെ കോട്ടയം കുഞ്ഞച്ചനായിട്ട് വന്നതല്ലേ? മോനെ പരിപാടിയൊക്കെ കാണാറുണ്ട്, സൂപ്പർ പരിപാടിയാണ്, അടിപൊളി ഇടുമ്പോൾ പാടുന്നുണ്ട് കേട്ടോ. മോനെ എന്നാ കഴിക്കാൻ വേണ്ടേ? മാഗി. ഓക്കെ സാർ, സാറിന് എന്താ കഴിക്കാൻ വേണ്ടത്? ഓക്കെ ഓക്കെ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. കണ്ടാച്ചാ കുഞ്ഞച്ചന്റെ പവർ ഉണ്ടോ? എന്റെ കർത്താവേ, ഈ പവർ അങ്ങോളം കണ്ടാ മതിയായിരുന്നു. ഇപ്പൊ കേട്ടില്ലേ, എല്ലാരും എന്നെ കോട്ടയം കുഞ്ഞച്ചൻ എന്നാണ് വിളിക്കുന്നത്. ടോപ്പ് സിംഗറിന്റെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. അന്ന് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഫ്ലോറിൽ ചെന്നപ്പോഴേക്കും ജഡ്ജസ് ഒക്കെ ഒത്തിരി നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞായിരുന്നു. ഇപ്പം ഈ ഷൂട്ടിങ്ങിന് പോയാലായാലും ഈ ശ്രീഹരിയൊക്കെ വെറുതെ വന്നിങ്ങനെ കുഞ്ഞച്ചാന്ന് വിളിച്ച് ചൊറിയാറുണ്ട്. ഇപ്പം ഈയിടെ കോവിഡായ കാരണം ചങ്ങനാശ്ശേരിയിലൊക്കെ വെറുതെ പോയപ്പോഴേക്കും എല്ലാവരും എന്നെ കോട്ടയം കുഞ്ഞച്ചാന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. കാണാറുണ്ട് പരിപാടി എന്നൊക്കെ ഒത്തിരി പറഞ്ഞായിരുന്നു. ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലൊക്കെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കുഞ്ഞച്ചൻ്റെ അടുത്ത ഇടി എന്നാണെന്നൊക്കെ. അപ്പം എല്ലാവരും ചോദിച്ച പോലെ കുഞ്ഞച്ചൻ്റെ അടുത്ത ഇടി ഉടനെ തന്നെ കാണും. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇനി എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റണം, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. അപ്പം നിങ്ങളുടെ എല്ലാ സ്നേഹവും നിങ്ങളുടെ സ്വന്തം കുഞ്ഞച്ചന് നൽകണേ. കുഞ്ഞച്ചനല്ല, ഇന്ന് കുഞ്ഞിക്ക. കുഞ്ഞിക്ക സാർ കണ്ടിക്ക കണ്ടു സാർ. ഏതാണ് പാട്ടൊക്കെ? എന്തേന്നും വന്നില്ല. എന്തേ വരാത്തെ? അറിയത്തില്ല. നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ? അതാരാണ്? അനുരാഗം മീട്ടും ഗന്ധർവനാണോ അതോ ആകാശത്തോപ്പിൻ കിന്നരനാണോ? ചിലപ്പോ രണ്ടുപേരും ആയിരിക്കും. പലവിൽ എന്താ പറയണേ? അനുരാഗം മീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. അതാണ്, നീ അനുരാഗം മീട്ടുന്ന ഗന്ധർവനാണ്, ആകാശത്തോപ്പിൻ കിന്നരനുമാണ് കുഞ്ഞിക്ക എന്നാണ് പറയുന്നത്. ആ, എന്തൊരു മോറാണ് നിനക്ക്. അയ്യോ, ബോറാണെന്ന്. ഞാൻ എപ്പോഴും ഈ ചുരിദാറൊക്കെ ഇട്ട് വന്നപ്പോൾ പറഞ്ഞത്. എപ്പോഴും ഈ ചിരിയുണ്ടല്ലോ ബെവൻ, അല്ലേ? നല്ല ചിരിയാണ് അല്ലേ? വെരി സ്വീറ്റ് സ്മൈൽ, വളരെ പ്രസന്റബിൾ, എലഗന്റ്. അതെല്ലാം ഉണ്ട് ബെവന്. ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞ ഇന്നൊന്നും തീരത്തില്ല, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ദിസ് എ ബ്യൂട്ടിഫുൾ സോങ്. ഐ ജസ്റ്റ് ലവ് ദിസ് സോങ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ള പാട്ടാണ്. ബാബുക്കയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോമ്പോസിഷനാണ്, മ്യൂസിക്കൽ കോമ്പോസിഷനാണ്. അപ്പൊ ഗംഭീരമാക്കിയേ പറ്റൂ കേട്ടോ, വേറെ ഒരു രക്ഷയില്ല. ഐ വോണ്ട് യു ടു സ്കോർ ദ മാക്സിമം ഹിയർ. ഓക്കെ, വിൽ യു ഡു ദാറ്റ്? യെസ് സാർ. പേടിപ്പിച്ചിട്ടൊക്കെ പാടാൻ പറഞ്ഞു. അതാണ് യെസ് സർ, യെസ് സർ, 3 ബാക്സ് ഫുൾ. അതാണ് എന്നാ പിടിച്ചോ മച്ചാനെ എന്ന് പറഞ്ഞോണ്ട് പാടിക്കാം കേട്ടോ. ഓക്കെ സാർ. നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. താങ്ക് യു സാർ. ചുരിദാർ വന്ന സ്വർഗമേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
സബാഷ് സബാഷ് സബാഷ്. താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ ഇത് പാട്ടിന്റെ ഒരു മധു ബാലകൃഷ്ണനും വിധു പ്രതാപുമായിരുന്നു. മധു വിധു. ഇറ്റ് വാസ് എ ഗ്രാൻഡ് സെലിബ്രേഷൻ ഓഫ് മ്യൂസിക്. ഇവിടെ വേറെ എന്താണ് ഡാൻസിങ് എലിമെന്റ്സ് അങ്ങനെ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പാട്ടുകാരൻ പാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പാടുമ്പോൾ പാട്ട് പാടിയതായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നു. അപ്പോൾ ഈ മകൻ ഇന്ന് പാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പാട്ട് ഇങ്ങനെ ഒരു സർക്കിളാണെങ്കിൽ അതിൻ്റെ ഏറ്റവും നടുക്ക് നിന്ന് ആ പാട്ടിനെ അനുഭവിച്ചുകൊണ്ട് അത് പാടി. സ്ലിപ്സ് ഇല്ല എന്നല്ല, ഓഫ് കോഴ്സ് കുറച്ച് സ്ലിപ്സ് ഉണ്ട്. പക്ഷേ ഈ വയസ്സിൽ ഇതിങ്ങനെ പാടുക എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്, അതിനെപ്പറ്റി സംശയമേ ഇല്ല. എനിക്ക് പറയാനുള്ള ഗന്ധർവൻ, അതിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്? അനുരാഗം മീട്ടും ഗന്ധർവൻ. ഓക്കെ. പിന്നെ ഇടയ്ക്കുള്ളൊരു ഹമ്മിങ് ഉണ്ടല്ലോ, അവിടെ എന്തോ ശ്രുതി ചേരാത്ത പോലെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഒന്നുകൂടെ ആ ഭാഗം മാത്രം പഠിക്കേ. പിന്നെ ഓർമ്മകൾ മുഴുവൻ. ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ, ഓർമ്മകൾ മുഴുവൻ. അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? അതില്ല, ഞാൻ അറിയാതെ എടുത്തു പോയത്. അടി എവിടെ? എനിക്കിപ്പോ ഈ റോസാ തണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ നല്ലതായിരുന്നു. ഒന്ന് പഠിക്കേ, ഒന്ന് പഠിക്കേ. ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ, ഓർമ്മകൾ മുഴുവൻ. വിദ്യാജിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നു ഈ ഒരു സംഗതി. വിദ്യാജി ഇങ്ങനെയൊക്കെ ചില സംഗതികളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, ക്ഷമിക്കണം. അതുവരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്തിനാണ് അനാവശ്യമായിട്ട് നമ്മൾ മിനിമം ഗ്യാരണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് കുട്ടൻചേട്ടന്റെ അല്ല ഞാൻ ചോദിക്കുന്നത്, വൈ ഡു യു വാണ്ട് ടു ടേക്ക് എ റിസ്ക് അൺനെസസറിലി? വേണ്ടല്ലേ? ഇംപ്രവൈസേഷൻ ആകാം, അതൊന്നും തെറ്റൊന്നുമല്ല കേട്ടോ. ഇംപ്രവൈസ് എത്ര വേണമെങ്കിൽ ഇംപ്രവൈസ് ചെയ്തോ, പക്ഷെ കറക്റ്റായിട്ട് ഇംപ്രവൈസ് ചെയ്യണം. ഇപ്പോൾ ചിലപ്പോൾ ആ ഇൻസ്റ്റൻറ്റിൽ നമുക്ക് തോന്നുന്ന ഒരു സംഗതി നമ്മൾ പാടുമ്പോൾ ചിലപ്പം നമ്മൾ നേരത്തെ പ്രാക്ടീസ് ഇല്ലാതെ പാടുമ്പോൾ ചിലപ്പോൾ അതങ്ങ് കൈവിട്ടു പോകാനുള്ള ചാൻസ് കൂടുതലല്ലേ എന്നൊരു സംശയം. അത്രേ ഉള്ളൂ. ബട്ട് ആ ഒരു മനസ്സുണ്ടല്ലോ, അതായത് ഇത് ഞാൻ ട്രൈ ചെയ്യാം എന്നുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെ കുറേ സ്ലിപ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ബെവന് ശരിക്കും ഈ പാട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട്, ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ഷുവറായിട്ടും പാടാൻ പറ്റും. ഇപ്പം തന്നെ ഒരു വലിയൊരു നിലവാരത്തിൽ ഇത് പാടിയിട്ടുണ്ട്. അതാണ് നിലവാരം എന്ന് പറയണം. യു ഹവ് സെറ്റ് എ സ്റ്റാൻഡേർഡ് ഫോർ യുവർ സെൽഫ്. ടോപ്പ് സിംഗറിൽ ബെവൻ വരുമ്പോഴത്തേക്കും ഒരാൾ കാണുന്ന ഒരാൾക്ക് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ആദ്യത്തെ ലൈൻ പാടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അരെ വാ എന്ന് പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞാൽ അത് വെറുതെ പറഞ്ഞല്ല, എനിക്ക് പറയാൻ വേണ്ടി പറഞ്ഞല്ല, എന്നെ പറയിപ്പിച്ചതാണ്. കാരണം നീ അങ്ങനെ പാടി എന്നെ അതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ കീപ് ഗോയിങ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ബെവൻ, സാർ, ബെവൻ ഇങ്ങനത്തെ പാട്ടുകൾ എടുത്ത് ഇവിടെ വരുന്ന സമയത്ത് ബെവന്റെ പാട്ടുകൾ മുമ്പേ കേൾക്കാത്ത ഒരാളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് കാണാനുള്ള ആഗ്രഹത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കുട്ടൻചേട്ടൻ റിയാക്ട് ചെയ്തത്. അതിലെനിക്ക് കാണുമ്പോൾ വളരെയധികം അഭിമാനമുണ്ട്. കാരണം ബെവൻ ടോപ്പ് സിംഗറിലെ വൺ ഓഫ് ദ ടോപ്പ് കണ്ടസ്റ്റൻസ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് ബെവന്റെ പെർഫോമൻസിലൂടെ കുട്ടൻചേട്ടൻ കണ്ടറിയണം എന്നോർത്തിട്ടാണ്. പിന്നെ എനിക്ക് ബെവൻ പാടിയത് ഓവറോൾ നോക്കുകയാണെങ്കിൽ എപ്പോഴത്തെയും പോലെ തന്നെ
ഒരു ലെവലിൽ താഴില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഇന്നത്തെ പാട്ടിൽ ഒന്നും പറ്റിയിട്ടുമില്ല. നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ബൈ ദ വേ പാട്ട് തുടങ്ങുന്ന സമയത്ത് ആ 2 തബ്ല പ്ലേയേഴ്സ് വായിച്ച സംഭവം ഒരു രക്ഷയില്ല. സൂപ്പറായിരുന്നു. 2 കൈയാണ് എന്ന് കണ്ടാലേ മനസ്സിലാവും. രണ്ടും ഒരേപോലെ സിങ്ക് ആയിട്ട് വായിച്ചില്ലേ, അത് ഏറ്റവും വലിയൊരു സംഭവമാണ് തബ്ല പ്ലേയേഴ്സ് സിങ്കിൽ വായിക്കുന്നത്. വാ ഉസ്താദ്. ഈ പാട്ട് മോന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഭവൻ ഇതൊരു 90-95% പുഷ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ വന്നത് ചെറിയ സ്ലിപ്സ് ആണ്. ഈ സ്ലിപ്സ് അറിവില്ലായ്മ കൊണ്ട് വരുന്നതല്ല, അത് ആക്ച്വലി സ്ലിപ്പ് ആവുന്നത് തന്നെയാണ്. അത് ആക്സിഡന്റ് തന്നെയാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് എടുത്ത് അറിഞ്ഞത് ഹമ്മിങ് വന്നില്ലേ, അത് മാത്രമേ, അത് ശ്രുതിയുടെ, അത് രണ്ടാമത് പാടിയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പാടുകയും ചെയ്തു. അപ്പോൾ ബെവന്റെ ആ ഒരു സമയത്തുള്ള ഒരു പറ്റിപ്പോയതാണെന്ന് മനസ്സിലായി. പിന്നെ ഇപ്പം മോൻ ഗന്ധർവൻ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനത്തെ കാറ്റ് വരുന്ന വാക്കുകൾ വരുമ്പം തൊട്ട് മുമ്പിലല്ലാതെ ഒന്ന് ടേൺ ചെയ്ത് കൊടുത്തിട്ട് ധ എന്ന് പറയണം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനത്തെ കാറ്റ് വാക്കുകൾ വരുമ്പോൾ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചുകൊണ്ട് വളരെ ദൂരെ പോകരുത് കേട്ടോ. വാനിഷ് ചെയ്യരുത് വാക്ക്. ബാക്കി എനിക്കൊന്നും ഈ പാട്ടിൽ പ്രശ്നം എന്ന് തോന്നാനൊന്നും ഇതില്ല. ചെറിയ ചെറിയ സ്ലിപ്സ് അല്ലാതെ നത്തിങ് എൽസ്. സൂപ്പർ. താങ്ക് യു സാർ. ബെവൻകുട്ട, സാർ. എനിക്ക് മോൻ ഇന്ന് പാടിയത് വളരെ 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 ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. കാരണം ഈ പാട്ട് ഒരു നിസ്സാര പാട്ടല്ല. ഇത് സ്റ്റേജിൽ പാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ പല സംഭവങ്ങളും കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി പാടുന്നത് കേട്ടിട്ട്. ചെറിയ ചെറിയ സംഗതികളും അതിന് കൊടുക്കുന്ന എക്സ്പ്രഷൻസും എല്ലാം ഇത്രയും മനോഹരമായിട്ട് പാടിയ സ്ഥിതിക്ക് ചെറിയ സ്ലിപ്സ് ഒന്നും പണ്ടാണെങ്കിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇപ്പോൾ മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരും അതിനെപ്പറ്റി പറയുന്നത്. പിന്നെ എനിക്ക് പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. പല ഭാഗം എന്നല്ല, ഭൂരിഭാഗം എല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ റോസാപ്പൂ അങ്ങോട്ടേക്ക് തന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ബെവൻ അങ്ങോട്ട് പോയി വേറെ ഒരു ശബ്ദം ഇവിടെ നോ വരുന്നു. എന്നെ ഇതുവരെ കണ്ടിട്ട് അപ്പൊ എന്നെ ഞാനിവിടെ മാഞ്ഞിരിക്കാൻ തോന്നുന്നു. ഇവിടെ എന്നെ കാണുന്ന പോലും ഇല്ല നിങ്ങൾ. ഓക്കെ, ബെവൻ വന്ന് പാടാൻ പോവാന്ന് പറഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ബെവന്റെ ടെറിഫിക് പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല ഇതിന് മുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഈ പാട്ടും ബെവനും നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഗ്രാമഫോൺ എന്ന് പറയുന്നൊരു സിനിമയിലാണ് ഇതിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അതായത് കമൽ സാറിൻ്റെ ഒക്കെ ഡിറക്ഷനിൽ എനിക്ക് തുടങ്ങാൻ പറ്റാമെന്നൊക്കെ തന്നെയുള്ളത് എനിക്കും അതൊരു ചെറിയൊരു തിരിച്ച് ഒന്ന് ഞാൻ ചിന്തിച്ചു, ഒന്ന് പുറകിലേക്ക് പോയി ഞാൻ വന്ന വഴികളിലൂടെ ഞാനൊന്ന് സഞ്ചരിച്ചു. അപ്പോൾ അതിനും താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ബെവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പാടി. അതുകൊണ്ടാണ് ബെവൻ വിചാരിക്കാത്ത സംഗതികൾ വരെ ബെവനെ പാടാൻ തോന്നിയത്. ബിക്കോസ് ബെവൻ അതിലുള്ളിലേക്ക് അങ്ങനെ ഒഴുകി എന്ന് തന്നെ പറയും. അങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ട് ഇമ്മേഴ്സ് ചെയ്ത് പാടാൻ തുടങ്ങി. ആ ഒരു എനർജിയാണ് എല്ലാവരിലേക്കും പാസ് ചെയ്തത്. ബിക്കോസ് ഞാനൊക്കെ ഫുൾ ഇവിടെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യുന്നു. കോറസിൻ്റെ കൂടെ ഞാനും പാടുന്നത്. ബിക്കോസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ്, നല്ല ഓർമ്മകളുള്ളൊരു സിനിമയാണ്. അപ്പോൾ ആ ഓർമ്മകളിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റി. അതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. മകനെ ബെവൻ, സാർ. ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ഐ എം ഗോയിങ് ടു അവാർഡ് യു 9.5 out of 10. താങ്ക് യു സാർ. എപ്പോഴത്തെയും പോലത്തെ ഇടിവെട്ട് പെർഫോമൻസിന് ഒറ്റയ്ക്ക് വന്ന് വിതൗട്ട് എനി പെർഫോമൻസ് സപ്പോർട്ട് വളരെ എന്റർടൈനിങ് ആക്കിയെടുത്ത് ബെവന് ദീപക് അങ്കിൾ തരുന്നു 9.75. താങ്ക് യു സാർ. ബെവൻകുട്ട, സാർ. വീണ്ടും ഞങ്ങളെയൊക്കെ അത്ഭുതപരവശരാക്കി. വീണ്ടും ഇതാ 9.75. താങ്ക് യു സാർ. അപ്പോൾ ഇന്നത്തെ അത്യുഗ്രൻ പെർഫോമൻസ് കാഴ്ചവെച്ച നമ്മുടെ ബെവൻകുട്ടന് കിട്ടുന്ന ടോട്ടൽ മാർക്ക് 29 out of 30. താങ്ക് യു സാർ. 29 out of 30 മാർക്സ് കിട്ടിയ ബെവൻ ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നു A extreme. താങ്ക് യു സാർ. അട്ടിപ്പൂക്കുട്ടി, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A extreme. താങ്ക് യു സാർ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കോട്ടയം കുഞ്ഞച്ചനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ബെവൻ കുട്ടനെ വോട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രേഡും നൽകുക. അപ്പോൾ കുഞ്ഞച്ചാ, താങ്ക് യു. ടാറ്റാ. ബൈ ബൈ ബൈ.
കുട്ടികൾക്കായതാ ഈ മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ്. കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസുകൾ കുട്ടികൾക്ക് ഇനി പഠിക്കാം ഈ മാസ്റ്ററിലൂടെ. ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരാണ് കുട്ടികൾക്കായി ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ എടുക്കുന്നത്. 8ാം ക്ലാസ് മുതൽ സ്പെഷ്യൽ സിവിൽ സർവീസ് കോച്ചിംഗ് ക്ലാസുകളും ഈ മാസ്റ്ററിലുണ്ട്. ഇനി എളുപ്പത്തിൽ പഠിക്കൂ ഈ മാസ്റ്ററിലൂടെ. മായിക സംഗീതത്തിന്റെ മനോഹര വേദിയിലേക്ക് നമ്മുടെ സ്വന്തം അമൃതക്കുട്ടി എത്തുന്നു. വെൽക്കം അമൃത വർഷിണി ഓൺ സ്റ്റേജ്. ആനന്ദാമൃതകർഷിണി അമൃതവർഷിണി. അമൃതവർഷിണി എന്ന് പറയുന്നത് മഴ അല്ലേ? ഇത് അമൃതവർഷിണിയെ പറ്റിയാണോ ദീക്ഷിതർ എഴുതിയത്? എനിക്ക് സംശയം. അല്ല, നീ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൃതിയാണ് കേട്ടോ. അമൃതവർഷിണി is such a beautiful name that you have. അങ്ങനെ പരിചയമുണ്ടോ? ഇല്ലല്ലോ, ആദ്യമായിട്ട് ഉണ്ടോ? നമ്മൾ ആദ്യമായിട്ടല്ലേ കാണണം. ഇന്ന് ഏതാണ് പാട്ട്? നിഴലാടും ദീപമേ. വിദ്യാസാഗർ സാറിനാണോ? മിസ്റ്റർ ബട്ട്ലർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കേട്ടിട്ടുണ്ടോ പാട്ട്? നല്ലൊരു പാട്ടാണ്, മെലഡിയാണ് അല്ലേ? അപ്പൊ സൂപ്പർ ആക്കിയേ പറ്റുള്ളൂ കേട്ടോ. നന്നാകട്ടെ. ഈ അമൃതക്കുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അമൃതക്കുട്ടിക്ക് പൊതുവെ പാടുമ്പം കുറേ കാറ്റും കുറച്ച് പാട്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പൊ നമ്മളിത് പറഞ്ഞ് കാറ്റ് കുറയ്ക്ക്, കുറേ പാട്ടും കുറച്ച് കാറ്റും താ എന്ന് പറഞ്ഞ് ഇതിങ്ങനെ പുഷ് ചെയ്ത് ഇപ്പൊ അമൃതവർഷിണി അതിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങി. അമൃതയുടെ എനർജി കൂട്ടാനായിട്ട് മധുവിന്റെ അടുത്ത് അമൃതവർഷിണിയിൽ അതൊന്ന് പാടി കൊടുക്കുക, എന്നിട്ട് ഒന്ന് കേറട്ടെ എന്ന് പറയും. ഇതായിരുന്നത് ഓർമ്മയുണ്ടോ? അമൃതവർഷിണി. അപ്പൊ അമൃത അങ്ങ് എഴുന്നേക്കും. ഞാനിപ്പോ ശീലിച്ചു പോയി, അതുകൊണ്ടാണ് ചേട്ടാ. ആദ്യമൊക്കെ ഇത് പാടുമ്പോഴേ ഞാനിവിടെ നിന്ന് തെറിച്ച് ശ്രീകുട്ടി മടിയിൽ പോയി കിടക്കും. പിന്നെ ഞാനിങ്ങനെ പിടിച്ചൊക്കെ ഇരുന്ന് തെറിച്ചു പോകും. പിന്നെ ഇടയ്ക്ക് ഞാൻ തെറിക്കാതിരിക്കാൻ പുള്ളി പാടുമ്പോ കയ്യിൽ ഞാൻ താക്കോല് വെച്ചു, അപ്പൊ കുറച്ച് കൺട്രോൾ ആയി. ഞാൻ ഈ സീറ്റിൽ തന്നെ ഇരുന്ന് ബൗൺസ് ചെയ്തു. അതെ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കൂട്ടച്ചേട്ടൻ കേക്ക്. ഓക്കെ, അമൃതക്കുട്ടി ടേക്ക് പോണേ. ഓക്കേ, ശ്രദ്ധിച്ച് പാടൂ ട്ടോ. Who's ready? Take. Judges ready? Ready. Silence ready? Take. Action. Music please.
ആഹാ. നന്നായിട്ട് താരാട്ടി പാട്ട്. താങ്ക് യു സർ. നമ്മളൊക്കെ ഇങ്ങനെ അതിൽ ലയിച്ചിങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ഉറങ്ങിപ്പോയാലോ. പക്ഷെ ഉറങ്ങിയില്ല, കാരണം ആ മെലഡിയിൽ അങ്ങ് ലയിച്ചിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം, പല്ലവികൾ പാടി പലപ്പോഴും ആദ്യത്തെയും ഇടയ്ക്കും അതിൻ്റെ അവസാനമൊക്കെ പാടിയല്ലോ. അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് 2 ചരണങ്ങളും പാടിയ പോർഷൻസ്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഹയർ ഒക്ടേവ്സിലാണ് കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത്. ബേസിൽ വരുമ്പോൾ കുറച്ചൊരു സ്ട്രെയിൻ ഉണ്ട് അല്ലേ? ചിലപ്പം ഒരു ഹാഫ് നോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ആ മേളിലൊരു നോട്ട് കിട്ടുമോ? ടോപ്പ് നോട്ട് കിട്ടുമോ? എത്തുമോന്നുള്ള നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? അതങ്ങ് എത്തിയല്ലോ. അവിടെ അങ്ങ് യു ഹാവ് ടു റീച്ച് ഫോർ ദ സ്റ്റാർസ് എന്ന് പറയില്ല, അതുപോലെ അവിടെ അങ്ങ് നക്ഷത്രത്തിൻ്റെ അവിടെ എത്തി. ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ശ്രുതിയിൽ ഒന്ന് ആ ഫസ്റ്റ് പോർഷൻ എന്ന് പാടും. നിഴലാടും ദീപമേ തിരി നീട്ടുമോ അലിവോലും നെഞ്ചിലേ ഇരുൾ മായ്ക്കുമോ? ആ നോട്ട് ടച്ച് ചെയ്യണം. അലിവോലും നെഞ്ചിലേ ഇരുൾ മായ്ക്കുമോ? ഇപ്പൊ ഒരു സെമി ടോൺ നമ്മൾ കൂട്ടിയപ്പോഴത്തേക്കും ഇറ്റ് സൗണ്ടിങ് മച്ച് ബെറ്റർ അല്ലേ? അങ്ങനെ തോന്നിയില്ലേ രമ്യ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ കുറച്ച് ടെമ്പോ കുറച്ചു. ടെമ്പോ കുറച്ചല്ലേ, നമ്മൾ മാർക്ക് കുറയ്ക്കും. അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ പാടാം കേട്ടോ. ബി ഫ്രീ, ഹാവ് ദ ഫ്രീഡം കേട്ടോ. ആ ഫ്രീഡത്തിൽ ഇങ്ങനെ പറവകളെ പോലെ പറക്കണം, അതാണ് വേണ്ടത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പിച്ച് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ടെമ്പോയിൽ പാടുന്നു എന്നുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊക്കെ മേലെ നമ്മൾ ഏത് പാട്ട് സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇത് നല്ലൊരു സെലക്ഷനാണ്, ഒരു ഡിഫറെൻറ്റ് സെലക്ഷനാണ്. ഞാൻ ഇതുവരെയും എവിടെയും ഇത് പാടി ഞാൻ കേട്ടിട്ടില്ല. ഇറ്റ്സ് എ സൂതിങ് മെലഡി. അപ്പോൾ ആ രീതിയിലൊക്കെ നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഓരോ നോട്ടിനും ഡെഫിനിഷൻ ഉണ്ട് അല്ലേ? ആ ഡെഫിനിഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് ഇതാണ്. അപ്പോൾ അത് അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും ഓഡിയൻസിന് അതുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും ആ നോട്ട്സുമായിട്ട്. അപ്പോൾ അവർക്കത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. സോളിഡ് ഫോമിലല്ലാതെ ഈ നോട്ട് ഒരു ലിക്വിഡ് ഫോം അല്ലെങ്കിൽ ഒരു ഗേഷ്യസ് ഫോമിലാകുമ്പോഴത്തേക്കും എന്തോ ഒരു അവിടെ എത്തിയില്ല എന്ന് തോന്നും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സോളിഡ് ആയിട്ട് നമ്മൾ ആ നോട്ട്സിൻ്റെ ഡെഫിനേഷൻ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. യു ഹാവ് ദ ടാലൻറ്റ്. അപ്പോൾ ആ ടാലൻറ്റ് എങ്ങനെ മുന്നോട്ട് വരണമെന്ന് അങ്കിളിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അങ്കിൾ മനസ്സിലാക്കിയ കാര്യം ജസ്റ്റ് ഷെയറിങ് വിത്ത് യു കേട്ടോ. നന്നായിട്ട് പാടി, ഇതിൽ നന്നായിട്ട് പാടാൻ പറ്റും. അതിനുവേണ്ടി ശ്രമിക്കുക. ഓക്കെ, അമൃതക്കുട്ടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. വളരെ നന്നായിരുന്നു. നല്ല കഴിവുണ്ട് മോൾക്ക്, നല്ല പാടാൻ നല്ല ടാലൻ്റ് ഉണ്ട്. എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചില ഭാഗങ്ങളൊക്കെ പാടുമ്പോൾ മഫിൾഡ് ആയിട്ട് കേൾക്കുന്നുണ്ട്. മഫിൾഡാണ്, ഒരു മൂടൽ. പ്രത്യേകിച്ച് ഇരുൾ മായ്ക്കുമോ ആ ഭാഗം, പിന്നെ അനുപല്ലവിയിലെ കൂടേറി നീ. മോള് പാടുമ്പോൾ ജസ്റ്റ് മൈക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാമോ? കുറച്ച് ഒരു റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ കുറച്ചൊന്ന് ഷിഫ്റ്റ് ചെയ്ത് ഒന്ന് പാടി കേൾക്കാമോ? അലിവോലും നെഞ്ചിലേ ഇരുൾ മായ്ക്കുമോ? ഷുവറാണ്, ബെറ്റർ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോയിസ് ഓരോരുത്തരുടെയും ഇത് കൺസ്ട്രക്ഷൻ ഓരോ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ മിഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മൂക്കിഷായിട്ടുള്ള ഒരു ശബ്ദം വരാം, അല്ലെങ്കിൽ വളരെ ബേസി ആണെങ്കിൽ അത് വരാം. അപ്പോൾ അതിൻ്റെ എലിമെന്റ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഒരു മാജിക് ചിലപ്പോൾ ഉണ്ടാവും അല്ലേ മധു? ഇപ്പൊ ഒരു ബൂമിംഗ് ആണ് തോന്നുന്നത്, ഒരു ബൂമിംഗ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ചില ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ബൂമിംഗ്, അതായത് ഒരു മുഴക്കം കൂടുതലായിട്ട്, അത് വാക്കുകൾ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഓക്കെ മോളെ, വേറെ എനിക്ക് പാട്ടൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോളെ. എനിക്കിന്ന് ഫസ്റ്റ് കേട്ടപ്പോൾ പറയാൻ തോന്നിയൊരു കാര്യം, മോളുടെ സസ്റ്റെയിൻ നോട്ട്സ്, ആ നോട്ട്സിലെല്ലാം നാച്ചുറൽ ആയിട്ട് മോൾക്കൊരു വിബ്രാറ്റോ ഉണ്ട്. മോൾക്ക് ഇത് ഇൻബോൺ ആയിട്ട് കിട്ടിയൊരു ടാലൻ്റാണ് ഈ വിബ്രാറ്റോ ഇടുന്നത്. പക്ഷേ വിബ്രാറ്റോയുടെ യൂസേജ് അറിയാതെ അസ്ഥാനത്താവരുത്. കാരണം വിബ്രാറ്റോ ഈ ഒരു മോഡുലേഷന് ഒരു പാട്ടിൻ്റെ എൻറ്റയർ ഫീൽ മാറ്റാൻ പറ്റും.
ഈ പാട്ടിനെ സംബന്ധിച്ച് അത് മോൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മോള് നന്നായിട്ട് ആ വിബ്രാറ്റോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും ഇപ്പം മോളുടെ അടുത്ത് പറഞ്ഞില്ലേ മൈക്ക് വെക്കേണ്ട കാര്യം. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ക്ലോസർ പോകുന്നതിനനുസരിച്ച് വോയിസിന്റെ ബേസ് കൂടും. ഈ ബേസ് കൂടുമ്പോൾ പറഞ്ഞപ്പോ തന്നെ മുഴക്കായിരുന്നു. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബേസ് കൂടുന്ന സമയത്ത് ആ വോയിസിൽ ഉള്ള മിഡും ഹൈ മിഡും ഹൈസും ഒക്കെ കമ്പാരിറ്റീവ്ലി കുറയും, ബേസ് മാത്രം കേൾക്കും. അപ്പൊ എന്താ വെച്ചാൽ ഈ ഡീറ്റെയിലിംഗ് പാട്ടിന് പാടുന്ന ഡീറ്റെയിലിംഗ് ഇങ്ങോട്ട് കിട്ടില്ല. ഇപ്പൊ മോള് പാടിയപ്പോ നെഞ്ചില് എന്താണ് അലിപോലും നെഞ്ചിലെ ഞാൻ കേട്ടത് മോള് ഓർക്കസ്ട്രയുടെ കൂടെ പാടുന്ന സമയത്ത് നെഞ്ചിലേ എന്നാ ഞാൻ കേട്ടത്. ഇപ്പം പാടുന്ന സമയത്ത് നെഞ്ചിലേ ആ സംഭവം അതിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു നിധിയാണത്. അത് ഇതിന്റെ കൂടെ കേൾക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു മുഴക്കമാണ് വരുന്നത്. ആ ഒരു ചെറിയ ടച്ച് വരുന്ന സമയത്ത് അതിന്റെ എഫക്റ്റ് മാറുന്നുണ്ട്. അപ്പൊ മോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോളുടെ വോയിസ് ഏറ്റവും നന്നായിട്ട് എവിടെയാണ് ഇരിക്കുന്നത് അതിനങ്ങ് എന്താ പറയാ ലോക്ക് ചെയ്യുക ആ പൊസിഷൻ. ഡെഫിനറ്റ്ലി ഇവർ പറഞ്ഞു തന്ന സംഭവങ്ങളെല്ലാം മോളുടെ തൊണ്ടയിലുണ്ട്. എന്നാൽ അത് പാട്ടിന്റെ കൂടെ വരുന്ന സമയത്ത് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. ഓക്കെ, ഡോണ്ട് വറി. ഇനി മോള് ജോണർ മാറ്റി വേറെ സ്റ്റൈൽസ് കൊണ്ടുവരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഹായ് അമൃതക്കുട്ടി, ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ അധികം നമ്മൾ ഇതുപോലെ സിംഗേഴ്സ് ഒന്നും പാടുന്ന കേട്ടിട്ടില്ല. അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ ഇവിടെ പാടി തന്നതിൽ താങ്ക് യു സോ മച്ച്. ശരിക്കും ഭയങ്കര ഒരു പാത്തോസ്, ആ ഒരു ഫീല് കൊണ്ടുവരേണ്ട ഒരു പാട്ടാണ്. പച്ചപ്പനന്തത്തെ കുട്ടി നന്നായിട്ട് തന്നെ പാടി. പിന്നെ പാട്ടല്ലാതെ വേറെ എന്തൊക്കെ കഴിവുകളുണ്ട്? ഞാൻ ചിത്രം വരയ്ക്കും. എനിക്കറിയായിരുന്നു, കണ്ടപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു വേറെ പല പല കഴിവുകളും ഒളിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയാണ് അമൃതക്കുട്ടി. പിന്നെ ഞാൻ ഡാൻസ് കളിക്കും. അയ്യോ ആണോ? എനിക്ക് അതെ ഒരു കുംഫു കരാട്ടെ ഒരു ഇതുണ്ടല്ലേ. അതിനെന്തിനാ നീ നാണിക്കുന്നത്? നല്ല കാര്യമല്ലേ? പിന്നെ പിന്നെ പറയുമ്പോഴേ അമൃത അത് സ്വരക്ഷയ്ക്ക് നല്ലതല്ലേ? പിന്നെ 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 എനിക്ക് തോന്നുന്നു കണ്ട ഇപ്പൊ എന്തൊക്കെ പാട്ട്, ഡാൻസ്, പിന്നെ പടം വരയ്ക്കും, കരാട്ടെ, പിന്നെ കളരി കളരി പയറ്റ് ഇല്ല. പിന്നെ ഞാൻ ഓരോന്നിനെ കുറിച്ച് ഗവേഷണം നടത്തും. എനിക്കറിയായിരുന്നു ഒരു ഗവേഷണ ബുദ്ധിയുള്ളൊരു കുട്ടിയാണെന്ന്. കണ്ട് എന്ത് റീഡ് ചെയ്തു ഞാൻ. എന്തൊക്കെയാണ് ഗവേഷണങ്ങൾ നടത്താറുള്ളത്? ഞാന് സ്പേസിനെ പറ്റി. ഓ മൈ ഗോഡ്, എനിക്കൊരു സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ബൈനോക്കുലേഴ്സ് ഒക്കെ എടുത്തിട്ട് രാത്രി പോയിട്ട് ആകാശമൊക്കെ നോക്കുവോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, ബൈനോക്കുലേഴ്സ് പറയും അല്ലേ? ബൈനോക്കുലർ വെച്ചിട്ട് ആരെങ്കിലും ആകാശം നോക്കും? അല്ല, ടെലിസ്കോപ്പ് മാത്രമല്ല, ഞാൻ ബൈനോക്കുലേഴ്സ് വെച്ച് നോക്കുന്നുണ്ട്. കാണാറുണ്ട്, സ്റ്റാർസ് കാണാറുണ്ട്, മൂൺസ് കാണാറുണ്ട്. അപ്പൊ ഒരു സയന്റിസ്റ്റ്, പാട്ടുകാരി, എഴുത്തുകാരി, കുംഫു, കരാട്ടെ ആവട്ടെ അമൃതവർഷിണി കുട്ടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ അമൃതവർഷിണി കുട്ടി, you are going to be awarded എത്ര? അയ്യോ, 8.25. No, 8.5. Yes, it is 8.5 out of 10. Thank you sir. അമൃതവർഷിണി, എന്താ സർ? ദീപക് അങ്കിൾ മോൾക്ക് തരുന്നു 9 out of 10. താങ്ക് യു സർ. അമൃതക്കുട്ടി, എന്താ സർ? മധു അങ്കിൾ മോൾക്ക് തരുന്നു 8.5 out of 10. താങ്ക് യു സർ. അമൃതക്കുട്ടിക്ക് ഇന്നത്തെ പാട്ടിന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് 26 out of 30. താങ്ക് യു സർ. 26 മാർക്സ് കിട്ടിയ അമൃതവർഷിണിക്ക് ജഡ്ജസ് പാനൽ ഇന്ന് തരുന്നു താങ്ക് യു സർ. അട്ടിപ്പൂക്കുട്ടി, congratulations, you are awarded a triple wow. താങ്ക് യു സർ. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് അമൃതക്കുട്ടിക്ക് വോട്ട് ചെയ്യണം. ഒപ്പം ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രേഡും നൽകുക. വാത്സല്യ ചിരി നിറച്ച് പാട്ടിന്റെ വിരുന്നിലേക്ക് നമ്മുടെ ഫോട്ടോ കൊച്ചിക്കാരി
മിയ മങ്കേഷ്കർ എത്തുകയാണ്. വെൽക്കം മിയ കുട്ടി. ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഹല 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 ഹല. അതാരാന്നറിയോ? ആരാ? ആരാ? എം ജെ അങ്കിളാ? എവിടെയാ കണ്ടേ അങ്കിളിനെ? അല്ല ഇതിന് മുന്നേ എവിടെയാ കണ്ടേ? വൺ. ഏത് വൺ? ഒരു ടോപ്പ് സിംഗറിൽ അവള് കണ്ടു കേട്ടോ. അപ്പൊ മിയക്കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഈ ടോപ്പ് സിംഗർ 1 ഇല്ലേ, ആ സീസണില് മിയക്കുട്ടി ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ അനന്യൊക്കെ ഉണ്ടായ സീസൺ. പ്രോഗ്രാം കണ്ടു കൊച്ചു. അപ്പം ഇവളും അനന്യയുടെ ഡൈ ഹാർട്ട് ഫാനാ കേട്ടോ. ഇപ്പൊ മിയക്കുട്ടീനെ കാണാനായിട്ട് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 2 അങ്കിള് വന്നിരിക്കുക. അപ്പൊ മിയക്കുട്ടിക്ക് എന്താണ് MJ അങ്കിളിന്റെ അടുത്ത് പറയാനുള്ളത്? MJ അങ്കിളുടെ ഒരു പാട്ട് ഞാൻ പാടിയിട്ട് വൈറലായിട്ടുണ്ട്. വൈറലായിട്ടുണ്ട്. ഏത് പാട്ടാ? അതുക്കാല് വെള്ളരി പ്രാവ് ഒക്കെ കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയ മീനുള്ളില് വന്ന് നീയം കടല് പ്രിയനേ നീയം കടല്. ഇതിനെക്കാളും വലിയൊരു ഗിഫ്റ്റ് എന്താണ് ആങ്കിള് കിട്ടാനുള്ളത്? ഈ പാട്ട് എന്താ വൈറൽ ആയി എന്ന് പറഞ്ഞത്? വൈറൽ ഞാൻ വീഡിയോ എടുത്ത്. പക്ഷെ ഇത് എങ്ങനെ കഴിച്ചോ? വയറ്റിൽ പോയോ? വൈറലായി എന്നാണ് അർത്ഥം? വൈറൽ അർത്ഥം അല്ല, ഫാൻസ് കൂടുതൽ പൊങ്ങി. പക്ഷെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ആദ്യം പറഞ്ഞ ഈ പാട്ട് ഭയങ്കര വൈറലായി അല്ലേ? വൈറലായെന്ന് വെച്ചാൽ ഫാൻസ് കൂടിയില്ലെന്നാണ് അർത്ഥം. ഈ ഫാൻസ് കൂടുമ്പോ എല്ലാം വയറ്റിലേക്ക് പോകും. വയറല്ല, പിന്നെ വയറല്ല, വയറല്ല, വയറിലല്ല അല്ലേ? വൈറൽ. ഇതുപോലെ വയറ് അല്ലേ? ഇതിന്റെ മൈക്കിന്റെ അത് ആ വയറാണോ? ആ വയറല്ല. പിന്നെ വയറും അല്ല. പിന്നെ വയറല്ല്, എല്ലില്ലേ? അപ്പൊ ചിലപ്പോ കൊറോണ വൈറസ് ആയിരിക്കും. ആ വൈറസ്. കൊറോണ വൈറസ് അല്ല, വൈറസ് അല്ലേ? വൈറസ് വയറല്ലേ? അത് വയർ എസ് ആണ്, ഇത് വയർ എൽ ആണ്. അപ്പൊ വൈറൽ ഫീവർ എന്നൊക്കെ പറയുന്ന പോലെയാണ്. ദൈവമേ ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. നമുക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്ന അത് പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ കൊറേ ആൾക്കാര് കൂടി എന്ന് വെച്ചാ കണ്ട് ഞാൻ വീഡിയോ എടുത്ത് തന്നെ വീഡിയോ എടുത്ത് സെൽഫി ആണോ? സെൽഫി എന്ന് പറയല്ലേ, ടോപ്പിക് വീണ്ടും പോകും. സെൽഫി വീഡിയോ എടുത്ത് എന്നിട്ട് എന്റെ ഫോണിൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? എന്ത് ചെയ്ത് മറന്നുപോയി. ലൈബ്രറിയിൽ ഇട്ട്. ലൈബ്രറി എന്ന് വെച്ചാൽ ഫോട്ടോ ഒക്കെ കിടക്കത്തില്ലേ? അതിന് ലൈബ്രറി പറഞ്ഞത്. പാപ്പ കണ്ടപ്പോൾ അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ട്. അത് ശരി. അപ്പൊ അത് വയറിലേക്ക് പോയി. അപ്പൊ അത് മറ്റേ മനസ്സിലായി. ഇപ്പൊ എനിക്ക് ഒരു ഐഡിയ കിട്ടി. ഇത് വേറൊരു സംഭവം. നമ്മൾ ഉദ്ദേശിക്കുന്ന വയറല്ല, അത് വേറെന്തോ സംഭവമാണ്. അതായത് ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോവില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേ ഫാൻ ഇല്ലേ നമ്മുടെ? അന്ന് വെച്ചാ ഫാൻസ് എന്ന് വെച്ചാ ഒരുപാട് ഫാനോ? ഫാൻ എന്തിനാ അവിടെ? അപ്പൊ ഫാൻസ് എന്ന് വെച്ചാ ഒത്തിരി ഫാൻ. അതെന്തിനാ ഒത്തിരി ഫാൻ എടുത്ത് ഒരു AC ഇട്ടാ പോരെ? അതെ, പിന്നെ ഒത്തിരി ഫാൻസ്. അതിന്റെ മലയാളം എന്താ? അതിന്റെ മലയാളം ഫാൻസ് മലയാളത്തിൽ പറഞ്ഞു. മലയാളത്തിൽ പറ. മലയാളത്തിൽ പറ. ഫാൻസ് എങ്ങനെയാ മലയാളത്തിൽ പറയുന്നത്? അതൊന്ന് പറഞ്ഞു കൊടുക്കുക. മലയാളത്തിൽ പറ. ഫാൻസ് എന്താ മനസ്സിലാവുന്ന പോലെ. ആരാധകർ എന്നാണോ? ആരാധകർ ഒരുപാട് ഒരു കാര്യം ചെയ്ത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞേ.
എന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മിയക്കുട്ടി. ഉപകരിക്കില്ലേ? അപ്പൊ മിയ എനിക്ക് മനസ്സിലായി, ഈ ഫാൻസ് എന്ന് പറയുമ്പോ മിയ ഉദ്ദേശിക്കുന്നത് പാട്ട് കേട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലേ? അതാണ്. അപ്പൊ ആ വീഡിയോ ഇട്ടുകൊണ്ടാണ് ടോപ്പ് സിംഗറിൽ കിട്ടിയത്. എന്തോ പറ്റിയ ബാക്കി എന്താ പറയണത്? അങ്ങനെ മിയക്കുട്ടിയുടെ ഫസ്റ്റ് നമുക്ക് കേട്ട് ഇഷ്ടപ്പെട്ട ആ പാട്ടുണ്ടാക്കിയ അതേ അങ്കിൾ ഇന്ന് മിയക്കുട്ടിയുടെ പാട്ട് നേരെ മുമ്പിലിരുന്ന് കേൾക്കാൻ പോകുന്നു. ഓക്കെ, അപ്പൊ അതിനേക്കാളും വലിയ സന്തോഷം എന്താ വേണ്ടുന്നത്? ഹാപ്പി അല്ലേ? വെരി ഗുഡ്. എന്താണ് ബാബുക്കുട്ടി ഇന്ന് പാടാൻ പോകുന്നത്? സ്വപ്നങ്ങൾ ഇല്ല, എനിക്ക് എന്തിനു വെക്കുന്നത്? ഞാനിവിടെ ജഡ്ജ് ചെയ്യാൻ വന്നതല്ലേ. സ്വപ്നങ്ങൾ, അങ്ങനെയാ പാട്ടിന്റെ പേര്. ഹലോ മിയക്കുട്ടി, ഇത് ഏത് സിനിമയിലാണ്? സിനിമയിലല്ല, അതല്ല, ഈ പാട്ട് ഏത് സിനിമയിലാണ്? മാജിക്കിന്റെ മലയാളം വല്ലാണോ നോക്കിയാ? മാജിക്കിന്റെ മലയാളം അല്ലേ? അവക്കത് അറിയത്തില്ല, അവളെല്ലാം പടം അങ്ങനെ ഇംഗ്ലീഷിലാ പറയാ. വലിയ പേര് പറഞ്ഞ് മനസ്സിലാവാത്തത് കൊണ്ടാണ് മാജിക് പറഞ്ഞത്. ആ മാജിക്കിന്റെ മലയാളം എന്താ? മിയക്കൂട്ടിനെ പറ്റും. ഏതന്നെ ഒരു ക്ലൂ കൊടുത്തേ കൊച്ചിന്. ഇന്ദ്രജാലം. ഒന്ന് പറഞ്ഞേ. ഇന്ദ്രജാലം. വേണ്ട വേണ്ട, ഇന്ദ്രജാലം അത് പറഞ്ഞിട്ട്. നമ്മളെ കുഞ്ഞു വായിൽ അതൊക്കെ കുറച്ചും കൂടി വലുതാവും. ശരി ശരി, മാജിക് കാണിച്ചു. മാജിക് കാണി. നേരെ ഓ, കണ്ടു ആരെങ്കിലും ഷൂവിന്റെ ഉള്ളിൽ നിന്ന് ടിഷ്യൂ. ഇനി വരാൻ പോണേ ഉള്ളൂ, ഉറങ്ങാൻ പോന്നേ ഉള്ളൂ. 1 2 3 സ്റ്റാർട്ട്. ഇത് ഞാൻ ചുരുട്ടി ഇത് ഇപ്പൊ കയ്യിന്ന് പോകും. വെരി ഗുഡ്. ഓ മൈ ഗോഡ്, മാജിക് ആണല്ലോ. അതെങ്ങനെ സംഭവിച്ചു മിയക്കുട്ടി? എവിടെ പോയി മിയക്കുട്ടി? അതിപ്പോ കയ്യിലുണ്ടായതായിരുന്നല്ലോ. താഴെ നോക്കിയേ, അവിടെ തൊട്ട് താഴെ നോക്കിയേ, ഷൂസിന്റെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, ഇവിടെ ഒന്നും ഇല്ല. ആ ഏറിയിലൊന്നും ഇല്ല. നോ നോ, ഇവിടെ ഒന്നും ഇല്ല. ഓ മൈ ഗോഡ്, ഇത് എന്തൊരു ഇന്ദ്രജാലം. ഓ മൈ ഗോഡ്, എല്ലാരും വലിയ കൈയടി. ഇത് ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ. ഇനി നമുക്ക് പാട്ടിലേക്ക് കടക്കാം. റെഡിയാണോ? റെഡി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്.
കുന്നിലണിച്ചപ്പു തുറക്കും നേരം പിന്നെ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. ആരാ ആദ്യം പറയേണ്ടത്? മയക്കെടുത്ത് പിടിച്ചു. മിയക്കുട്ടി സെലക്ട് ചെയ്യും. ആരാണ് തുടങ്ങേണ്ടത്? ആരാദ്യം പറയണ്ടേ? ആരെങ്കിലും അല്ല, തുടങ്ങിക്കോ. എന്നാലും മിയക്കുട്ടി പറ. സെലക്ഷൻ. മിയക്കുട്ടി ആരെങ്കിലും 4 ഒരാൾ പേരില് സെലക്ട് ചെയ്യും, എന്നിട്ട് അവര് തുടങ്ങും. ആദ്യത്തെ ആന്റി. ആ, ആദ്യത്തെ ആന്റി പറ. നല്ല പേര്. താങ്ക് യു. അപ്പൊ ആദ്യത്തെ ആന്റിക്ക് പറയാനുള്ളത് മിയക്കുട്ടി മ്യാവ് പോലെ നല്ല സുന്ദരി കുട്ടിയായിട്ട് പാടി. ഓക്കെ, ഇങ്ങനത്തെ ഒരു പാട്ടെടുത്ത് ഇവിടെ പാടാൻ പറ്റാന്നുള്ളതും മോളത് അറ്റംപ്റ്റ് ചെയ്ത് പാടാൻ ശ്രമിക്കൂ എന്നുള്ളത് തന്നെ അടിപൊളിയാ. ഓർക്കസ്ട്ര നന്നായിട്ട് വായിച്ചോ? നന്നായിട്ട് വായിച്ചു. ഹാപ്പിയാണ്. അവസാനത്തെ ആ ഒരു ഇതിൽ നമുക്ക് മനസ്സിലായി ഹാപ്പിയാണെന്ന്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു മോളുടെ ഡ്രസ്സും. പിന്നെ എനിക്കിപ്പോഴും മീനുക്കുട്ടിയെ പോലെ തന്നെ ഹെയർ സ്റ്റൈലാണ്. അതൊരു ഒരു ഐഡന്റിറ്റി തന്നെയാണ് കേട്ടോ മിയക്കുട്ടി. അല്ല, നിങ്ങൾ രണ്ടൊരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതേ ഭയങ്കര, ഇന്ന് മീനോട്ട് ചേച്ചി ഭയങ്കര സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. അല്ലെങ്കിൽ എന്താണ് കിരീടം, മറ്റേ ഗ്രീക്ക് രാജകുമാരി അങ്ങനെയൊക്കെയാണ് വരാറ്. ഇന്ന് മിയക്കുട്ടി സ്കോർ ചെയ്തു. മിയക്കുട്ടിയുടെ ഹെയർ സ്റ്റൈലാണ് അടിപൊളി. മിയക്കുട്ടി ഉള്ള ദിവസം ഞാൻ ഇങ്ങനെയാ. മിയക്കുട്ടി ഹെവിയാ, നമുക്കത് പറ്റത്തില്ല. അത്രയും പറ്റില്ല. മിടുക്കി കുട്ടിയായിട്ട് പാടി. ഓക്കെ 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 ഓക്കെ. ഇനി ആരാണ് രണ്ടാമത്തെ ചേട്ടനോ മൂന്നാമത്തെ ചേട്ടനോ നാലാമത്തെ ചേട്ടനോ ആരാണ് പറയേണ്ടത്? എല്ലാരും ഒരുപോലെ തന്നെയല്ലേ? സീറ്റിലിരിക്കുന്നവരെല്ലാരും പറഞ്ഞു. സീറ്റിലിരിക്കുന്ന എല്ലാവർക്കും പറയാൻ അനുവാദമുണ്ട്. പറഞ്ഞോളൂ, കുട്ടി അനുവദിച്ചിരിക്കണം. ഇപ്പൊ ഒരാള് പാടിക്കും. ആദ്യത്തെ ആന്റി പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ അങ്കിള്. ഏതെങ്കിലും രണ്ടാമത് ആരാ പറയണ്ടേ? ഇപ്പൊ ആരാ പറയണ്ടേ? ഞാനാണ് പറയണ്ടേ? ശരി മാഡം, താങ്ക് യു. മീക്കുട്ടീസ് എന്താണ് അതെന്താ മീക്കുട്ടി? അയ്യോ, ഞാൻ പേടിച്ചു കേട്ടോ. കുറച്ചും കൂടെ സ്നേഹത്തിൽ ചോദിക്കട്ടെ. മീക്കുട്ടി എന്ത് രസമായിട്ടാ പാടുന്നത്. എന്ത് രസമായിട്ടാ മീക്കുട്ടി പാടുന്നത്. അങ്ങനെ പറയണം. ഇത്തിരി കുറയ്ക്കാല്ലേ? ഓക്കെ. ഇത് ചെല്ലക്കാറ്റ് വിൽക്കാനുണ്ട്. ഓ, അത് കറക്റ്റായിട്ട് ആ ഒരു ഒക്ടേവ് ജമ്പ്, അതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ജമ്പ് എന്തൊരു ജമ്പ്. എന്ന് പാടിയില്ലേ? ദീപു, ഞാനിവിടെ നിൽക്കണ പോടാ. കുറച്ച് ക്ഷമയോടെ ഇരിക്കേണ്ടി വരും. ചെല്ലക്കാറ്റെ വിൽക്കാനുണ്ട് എന്ന് പാടിയില്ലേ? അന്ന് പാടി തരാമോ പ്ലീസ്? അതാണ് ആ നോട്ട്. അങ്ങനെ ആ വിൽക്കാനുണ്ട്, ചെല്ലക്കാറ്റെ വിൽക്കാനും. ഓ, എന്ത് രസമായിട്ടാണ് അത് കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ട് പാടിയത്. അതെങ്ങനെ പാടാൻ പറ്റുന്നു ഇങ്ങനെ? ആക്ഷൻ ഇല്ലാതെ പാടാൻ നോക്ക്. വന്നല്ലോ പിന്നെന്തിനാ ആക്ഷൻ? എന്തിനാ ആക്ഷൻ വേണ്ടല്ലോ. ഓക്കെ. പക്ഷെ ഏറ്റവും വലിയ എക്സ്പ്രഷൻ എവിടെ പറയാ? കാറ്റേ. അതെങ്ങനെയാണ്? അതാണ് ആ ടേ. എവിടെ? അങ്ങോട്ട് മേളിലാണല്ലേ? മുകളിലാണോ? ഒന്നുകൂടെ പിടിച്ചേ. അതാണ്. പിന്നെ നാട്ടീന്നും. ഇങ്ങനെയല്ലല്ലോ പാടിയത്, കുറച്ചും കൂടെ. അതാണ്. അയ്യോ. പിന്നെ നാട്ടീന്നും. അതാണ്. എന്തൊരു എക്സ്പ്രഷൻ നോക്കൂ. പക്ഷെ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റണ്ടേ? അങ്കിളിന് പറ്റൂല കേട്ടോ ഇങ്ങനെയൊക്കെ പാടാൻ. പറ്റത്തില്ല, പാടാൻ പറ്റൂല. കുറച്ച് പഠിപ്പിക്കുന്ന ആളാ. മീൻകുട്ടിയുടെ പാട്ടിനെ പറ്റി 1-2 കാര്യങ്ങൾ പറയാൻ അവസരം തന്നതിന് MJ അങ്കിൾ താങ്ക് യു പറയുന്നു കേട്ടോ. ഇല്ല, ഒന്നുമില്ല ദീപു. ഇവിടെ 1-2-3 പിള്ളേരുടെ അടുത്ത് നമുക്ക് ക്ഷമയോടെ ഇരുന്ന് അവര് പറയുന്നത് സമ്മതിച്ചു കൊടുക്കാതെ നടക്കില്ല. അതിലൊന്നാണ് മിയക്കുട്ടി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മിയക്കുട്ടി പാടിയ പാട്ടില്ലേ, അതിൽ മിയക്കുട്ടി പിച്ചൊക്കെ വിട്ടുപോകാതെ പാടിയില്ലേ എപ്പോഴത്തെയും പോലെ. അതിന് വലിയ കയ്യടി ആദ്യം.
എങ്ങനെയാണ്, എന്ത് രസമായിരുന്നു അറിയാം കേൾക്കാൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഓർക്കസ്ട്ര വായിക്കുന്ന സമയത്ത് മോള് കൈ കൊണ്ട് ഇല്ല, ഇനി തെറ്റില്ല. നിങ്ങൾക്കൊരു മനസ്സിലായില്ലേ? അവർക്ക് മിയക്കുട്ടി ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചില്ലേ, അത് അവര് വായിക്കുന്ന അതേ ഡൈനാമിക്സ് ആണ് മോളുടെ കയ്യിൽ വന്നത്. അത് ഞാൻ ഇങ്ങനെ നോക്കിയത് അത് എങ്ങനെയാണ് അവരുടെ എക്സ്പ്രഷൻ കയറുന്ന ഇറങ്ങുന്നതിനനുസരിച്ച് മോളുടെ കയ്യിൽ അതിന്റെ കേറ്റ് ഇറക്കും. മിയക്കുട്ടിയുടെ ഞാൻ പഠിക്കുകയായിരുന്നു എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യണത്. ആ മ്യൂസിക് ഡയറക്ടർ ആവോ? ആ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ ആയിരുന്നിരിക്കും. അങ്ങനെ ആക്ഷൻ ആണോ? ആച്ചന. ഓ ഓക്കെ ഓക്കെ. പിന്നെന്താ? ഓ ആക്ഷൻ. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ വേറൊരു കാര്യം ഇന്നാള് നമ്മളെല്ലാരും പറഞ്ഞില്ലേ, മോൾ ഇങ്ങനെ വളരെ തുറന്ന് ലൗഡായിട്ട് പാടാതെ കുറച്ച് സോഫ്റ്റിലൊക്കെ പാടണം എന്ന് പറഞ്ഞില്ലേ. അത് ഈ പാട്ടിൽ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ചെല്ലക്കാറ്റേ പാടിയില്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ വിൽക്കാനുണ്ടോ പാടിയില്ലേ. ആ ചെല്ലക്കാറ്റേ മോള് സോഫ്റ്റ് ആയിട്ട് പാടിയിട്ട് പെട്ടെന്ന് വിൽക്കാനുണ്ടോ എന്ന് ലൗഡായിട്ട് പാടിയപ്പം അതെ. അപ്പൊ എല്ലാ പാട്ടിലും ഇതുപോലെ ഇങ്ങനെ കയറ്റവും ഇറക്കവും സോഫ്റ്റ് ആയിട്ട് പാടുന്നതും ലൗഡായിട്ട് കുറെ കേൾക്കും അല്ലേ. അപ്പൊ കേൾക്കുമ്പോ മോൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പൊ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ആദ്യം ഇതൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. സോഫ്റ്റ് ആയിട്ട് എല്ലാം തുറന്നേ പാടുള്ളൂ. ഇപ്പൊ ഇടയ്ക്കൊക്കെ സോഫ്റ്റ് ആവുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇനി നന്നായിട്ട് കേൾക്കണം കേട്ടോ പാട്ടുകൾ. പിന്നെ എനിക്ക് എന്റെ പേര് പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു സ്ഥലത്ത് ഇല്ല, ദീപു അങ്കിൾ എന്ന് പറഞ്ഞില്ലേ, എന്താണ് ഓർത്തിട്ടാ പാടിയത് അല്ലേ? എന്താണ് ദീപക്കങ്ങളിങ് ദീപക്കങ്ങളിങ് കഞ്ചിമൂന്നല്ലേ? അതെയോ? അപ്പൊ അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ പേര് ഇടയ്ക്ക് പാടി ഞാൻ കഞ്ചുമെന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ കൊള്ളാം. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ മിയക്കുട്ടി വന്ന് പാടിയത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. നല്ല നല്ല സൂപ്പറായിരുന്നു. മിയക്കുട്ടി അയ്യോ ഇപ്പൊ എന്തോന്ന് വിളിച്ചില്ലേ? അതുപോലെ പാടാനാണ് ദീപങ്ങൾ ഇപ്പൊ പറഞ്ഞത്. അങ്ങനെയാണോ? ആ അതിപ്പോ സംസാരിക്കണ പോലെ പാടിയ നല്ലതായിരിക്കും. ചില ഭാഗങ്ങള് ചില സ്ഥലങ്ങള് കിട്ടത്തില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പണ്ട് മിയക്കുട്ടി ഒന്ന് പാടുന്നേക്കാളും പാട്ടിന്റെ ക്വാളിറ്റി ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. എങ്ങനെ ക്വാളിറ്റി ആണോ? ആ എന്നാ ക്വാളിറ്റി കൂടിയിട്ടുണ്ട് കേട്ടോ. ക്വാളിറ്റി കൂടിയിട്ടുണ്ട്, പാട്ടിന്റെ ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ അർത്ഥം അതിനെന്താ മലയാളത്തിൽ പറയുന്നത്? മേന്മ. എന്താ? കുറച്ചുകൂടെ നന്നായിട്ടുണ്ടെന്ന്, കുറച്ചുകൂടെ അടിപൊളിയായി. ആ അതിലെ സംഗതികൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല പറ. ക്വാളിറ്റി ആ കോളാണോ? ഓ അതാണ് ഉദ്ദേശിച്ചേ. അപ്പൊ ശ്രുതിയുടെ കാര്യത്തില് മിടുക്കിയാണ്. പണ്ട് മുതലേ സ്വിച്ച് ഇട്ട പോലെ ഏത് ശ്രുതി വേണമെങ്കിലും പാടും. പറ്റുമല്ലേ? അത് കൂടാതെ ഇപ്പോ പാട്ടും നന്നായിട്ട് പാടുന്നുണ്ട് മിയക്കുട്ടി. അപ്പൊ അതിന്റെ സ്പെഷ്യൽ കയ്യടി കേട്ടോ മധുവങ്കളുടെ. ഓക്കെ. പിന്നെ ഒരു കംപ്ലൈന്റ് കിട്ടിയല്ലോ മിയക്കുട്ടിയെ കുറിച്ച്. മിയക്കുട്ടി ഇവിടെ ടോപ്പ് സിംഗറിൽ വന്നിട്ട് ഒരു ജഡ്ജിനെ കരയിപ്പിച്ചു എന്ന് പറഞ്ഞു. അയ്യോ അതാരാ? അത് എന്തിനാ അങ്ങനെ? ജഡ്ജിനെ തല്ലിയോ? ജഡ്ജിനെ ഏതോ ഒരു ജഡ്ജി കൂടെ പാടാൻ വന്നപ്പം കരയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. ശരിയാ. അത് ഏത് ജഡ്ജാ? ഇവിടെ നിന്ന് പാടി കരഞ്ഞേ. മേരെ ഡോൽന എന്നുള്ള പാട്ട് ഏതോ ഒരു ജഡ്ജിന്റെ കൂടെ പാടി. ഓർക്കുന്നില്ലേ? അതാരായിരുന്നു കൂടെ പാടിയത്? ഇവന്റിനാണോ പാടിയത്? പിന്നെ സ്പെഷ്യലിനാ പാടിയത്. സ്പെഷ്യലിനാണ് പാടിയല്ലേ? പക്ഷെ എന്താന്നറിയാമോ, അത് മറ്റേ ശ്രേയാഘോഷാല് പാടിയ പാട്ടാ. എന്നിട്ട് എന്തിനാ ജഡ്ജി കരഞ്ഞത്? എന്തിനാന്ന് പറയും. ജഡ്ജി കരഞ്ഞത് നന്നായിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പൊ നന്നായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് പാടി, നമ്മളാരും കരഞ്ഞില്ലല്ലോ. സൂപ്പർ അല്ലേ പാട്ട്? സൂപ്പർ ആണെങ്കിൽ കരയോ? ഇപ്പൊ ഞാനൊരു കാര്യം സത്യം പറയണം, അന്ന് സ്റ്റേജിൽ വെച്ചിട്ട് MG അങ്കിളിനെ പാട്ട് പഠിപ്പിക്കാൻ വല്ലതും നോക്കിയോ? ഇല്ല. പിന്നെ MG അങ്കിൾ എന്താണ് കഷ്ടപ്പെട്ടു പോയത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. തന്നെ കരയാനോ? തന്നെ കരയാൻ കുഞ്ഞുവാവയാണോ? ചോദിച്ചില്ല എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചോ? ഇല്ല. ചോദിക്കണ്ടേ? എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് പാട്ട് പാടി കഴിഞ്ഞപ്പോ
മറ്റേ സങ്കടം വരത്തില്ലല്ലോ മറ്റേ സങ്കടം വരത്തില്ലേ? കൊറേ സാധനങ്ങൾ നല്ല പാട്ടൊക്കെ പാടി വരുമ്പോ അറിയാതെ സങ്കടം വരുമോ? അതുപോലെ കരഞ്ഞു. കരഞ്ഞു? നീ സത്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, തല്ലിട്ടൊന്നുമില്ലല്ലോ എം ജി അങ്കിളിനെ? ഞാൻ തല്ലൊന്നൊന്നുമില്ല, എനിക്ക് തല്ലാൻ ഭാവതില്ല. അല്ല അത് ശരി, പക്ഷെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ ഞാൻ ആ വീഡിയോ കണ്ടു. എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് ഈ സൈഡിൽ കൂടി പോയി നുള്ളി കൊടുക്കൂലേ, അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? പിച്ചിയോ? ഒന്നും കൂടി കണ്ടു. എനിക്ക് പറയാൻ താല്പര്യമില്ല. ഞാനിതൊരു 10 പ്രാവശ്യം കണ്ടു. ഞാൻ പോസൊക്കെ ചെയ്ത് നോക്കി, എവിടെയെങ്കിലും മിയക്കുട്ടി പിച്ചുന്നുണ്ടോ. എന്നിട്ട് സമാധാനിപ്പിച്ചോ? പോട്ടെ പോട്ടെ പറഞ്ഞോ മിയക്കൂട്ട? അയ്യോ, അത് പാട്ട് പാടിയതിന് ഞാൻ എന്തിനു പോട്ടെ പോട്ടെ. അങ്ങനല്ലടി, കരയുമല്ലേ നിന്ന്. അപ്പൊ സാരല്ല, പോട്ടെ പറയണ്ടേ? വീഡിയോ എടുക്കല്ലേ? വീഡിയോ എടുക്കുമ്പോ സമാധാനിക്കാൻ പറ്റത്തില്ല, ആൾക്കാർ കാണത്തില്ലേ? അതല്ലേ പറ്റിയത്? ഞാൻ കരഞ്ഞൊന്നും കണ്ടില്ല, ഞാനിവിടെ എവിടെയെങ്കിലും നോക്കുക. അത് ശരി, കണ്ടേയില്ല. വീഡിയോ കണ്ടോ? യൂട്യൂബിൽ കണ്ടോ? യൂട്യൂബില് കണ്ടു. അപ്പൊ മനസ്സിലായോ എം ജി അങ്കിൾ കരഞ്ഞോന്ന്? കരഞ്ഞെന്ന് മനസ്സിലായി. അത് ആ ജഡ്ജിമാരൊക്കെ പറഞ്ഞില്ലേ നന്നായിട്ടുണ്ടെന്ന്, കൈയൊക്കെ കൊട്ടിയില്ലേ. എന്നിട്ട് മറ്റേ പ്രിയദർശനങ്ങളില്ലേ പറഞ്ഞപ്പോൾ അത് പറഞ്ഞ അവരിട്ട് കേട്ടു. അപ്പൊ അതിന്റെ സങ്കടം കൊണ്ടാണ് സങ്കടം കൊണ്ടാണ് കരഞ്ഞത്. അപ്പൊ ഞാനിപ്പോ പറയാൻ വന്നത് വേറൊന്നുമല്ല, ഈ വാവക്കുട്ടിയുടെ പാട്ട് കേട്ടിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഇത്ര വലിയൊരു സിംഗർ അല്ലേ എം ജി അങ്കിള്. എം ജി അങ്കിളുടെ മനസ്സ് മോള് പാടി മനസ്സലിഞ്ഞ് മോള് കരഞ്ഞില്ലേ? ആ കരഞ്ഞത് സന്തോഷം കൊണ്ടല്ലേ? അപ്പൊ ആ സന്തോഷം കൊണ്ട് കരഞ്ഞ വകയില് മിയക്കുട്ടിക്ക് എന്റെ വക മീനക്കുട്ടി ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മോടത്തെ. അതിന്റെ ആ സരിഗമ അതൊന്ന് ഒരു ചെറിയ ഒരു സാമ്പിൾ വെടിക്കിട്ട് ഇപ്പൊ പാടാൻ പറ്റുമോ? പ്ലീസ് പ്ലീസ് കണ്ണ പ്ലീസ്. അപ്പൊ നമുക്കിനി മാർക്കിലേക്ക് കിടക്കാം അല്ലേ? മേരെ ഡോൽ നാ സുൻ മേരെ പ്യാർ കേ ധുൻ. കറക്റ്റാണ്, ഞാൻ പാടി കറക്റ്റാണ്. എന്നാലും എന്തോ ഒരു മേരെ ഡോൽ നാ സുൻ. കറക്റ്റാണോ? പിന്നെ മേരെ പ്യാർ കീ ധുൻ അങ്ങനെയാണോ? ഇല്ല മാഡം, തലയാട്ടില്ല ടീച്ചർ. എത്ര മാർക്ക്? ഇപ്പൊ വേറെ ശ്രുതി. അത് ആദ്യത്തെ മേരെ ഡോല്. ഓ, ഇത് വേറെ ശ്രുതിയിലാണ്. മേരെ ഡോല് നാ സുൻ മേരെ പ്യാർ കീ ധുൻ മേരെ ഡോല് നാ സുൻ മേരി ചാഹതേ തോ ഫിദാ മേ ബഹേംഗി ജിന്ദാ रहेंगी ओके फना അപ്പൊ മാർക്ക് വേണ്ടേ? അപ്പൊ എനിക്ക് എത്ര മാർക്ക് ഞാനിപ്പോ പഠിപ്പിച്ചത്? അങ്കിളിന് എത്ര മാർക്ക്? അത് കിട്ടിക്കൊള്ളാം. 3 അല്ലേ മിയക്കുട്ടിക്ക് ഇഷ്ടം? മിയക്കുട്ടിയുടെ ഏറ്റവും വലുത് 3. 10ല് 3 എനിക്ക്. അവൾക്ക് ഏറ്റവും വലുത് 3. ഞാനും 10ല് 3 മാർക്ക് തരും. മതിയാ? അവക്കതാ വേണ്ടത്. അയ്യോ, 3 മാർക്ക് കിട്ടാ ഫുൾ മാർക്ക് കിട്ടും. 3 വെച്ചാ 1 2 3 3 പ്രാവശ്യം നമ്മൾ കൊടുക്കും. 3 പ്രാവശ്യം കൊടുക്കും. അങ്ങനെ വേണം. 3+3 അങ്ങനെ ബിൽഡപ്പ് ഉണ്ടാക്കും. അങ്ങനെ ബിൽഡപ്പ്. അപ്പൊ ഞാൻ തരാൻ പോകുന്ന മാർക്ക് എങ്ങനെയാണെന്ന് അറിയാമോ?
3 + 3 + 2 + 0.25. എത്രേ? 8.25 out of 10 for മിയക്കുട്ടി. ഇനി എന്റെ മാർക്ക് ആ പിടിച്ചോ. ഓക്കെ 3 + 3 + 3 that is 9 out of 10. വീണ്ടും 3 + 3 + 3 9 out of 10. My God. ഇല്ല എൻ്റെ ഇല്ല. ഞാൻ 3. 3 വാവ് 3 3 അല്ലേ വേണ്ടത്? അതെ പ്ലസ് വേണോ? അത് പറയുന്നില്ലല്ലേ. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പോകട്ടെ എന്നാ. പോണ്ട അവിടുന്ന്. പോണ്ട ഇരിക്കുക, നിൽക്കുക, എന്താണ് ചെയ്തത്? മിയക്കുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 26.25 out of 30. മിയക്കുട്ടിക്ക് ഇന്ന് ജഡ്ജസ് പാനൽ തരാൻ പോകുന്ന മാർക്ക് പറയാൻ പോകുന്നത് MJ അങ്കിൾ ആണ്. ആൻഡ് മിയക്കുട്ടി ഗെറ്റ്സ് Thank you. അടിപൊളി. Congratulations, you are awarded a triple wow. 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 അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ഡോപ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് എന്ത് ചെയ്യണം? മിയക്കുട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറ. മിയക്കുട്ടിക്ക് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ എന്ത് കൊടുക്കണം? ഇഷ്ടപ്പെട്ട ഗ്രേഡും കൊടുക്കണം. വേണ്ടേ? ആ വേണം. എന്നാ ടാറ്റാ ടാറ്റാ ബൈ ബൈ. ഹൈ ഫൈ ബൈ ബൈ. ബഡ്ജറ്റ് ഒരു പ്രശ്നമാകാതെ ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യുന്നു എങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് മൈജി. ഏറ്റവും മികച്ച കളക്ഷനിൽ ഏറ്റവും വിലക്കുറവിൽ പുത്തൻ ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യാൻ മൈജിയിൽ തന്നെ പോകണം. മൈജി ഒരുക്കുന്ന ഫിനാൻസ് സൗകര്യങ്ങളും മറ്റനവധി ഓഫറുകളും ഉപയോഗിച്ച് ബെസ്റ്റ് ഗാഡ്ജറ്റ് ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കാം. എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന മൈജി ഷോറൂമുകൾ കസ്റ്റമേഴ്സിന്റെ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്നു. കേരളത്തിലുടനീളമുള്ള മൈജി ഷോറൂമുകൾക്കൊപ്പം ഇനി വേറൊരു റേഞ്ച് ആവാം. മൈജി, സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. അപ്പൊ ജഡ്ജസ്, ഇന്നത്തെ പാട്ടുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. സോ ആരാണ് നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ? കോട്ടയം കുഞ്ഞച്ചൻ മാറി കോട്ടയം കുഞ്ഞിക്കയായിട്ട് വന്ന നമ്മുടെ മൈക്കൽ ബെവൻ. വെൽക്കം ബെവൻ ഓൺ സ്റ്റേജ്. മധുവർണ്ണ പൂവല്ലേ നറുനീല പൂമോളല്ലേ മധുവർണ്ണ പൂവല്ലേ നറുനീല പൂമോളല്ലേ മധുരപ്പതിനേ ലങ്കി മറിയുന്നോളെ ലങ്കി മറിയുന്നോളെ ലങ്കി മറിയുന്നോളെ ലങ്കി മറിയുന്നോളെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുറെ പെർഫോമൻസുകളും തമാശയും കളിയും ചിരിയും പാട്ടും ഒക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലത്തേക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതൊന്നും കൊണ്ട് തീരുന്നില്ല. നാളെ നമ്മൾ വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.